നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യാത്ര, ജീവിതയാത്ര എക്സലൻസിലേക്കാണ്, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നന്മയിലേക്കാണ്. അതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഹോപ്പ് പ്രോഗ്രാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹാർട്ട്ഫുൾനെസ് OTC ഫോർ പേഴ്സണൽ എക്സലൻസ്. പേഴ്സണൽ എക്സലൻസുള്ള ഒരു യാത്ര, ഹൃദയനിർഭരമായിട്ടുള്ള ഒരു യാത്ര, അതാണ് ശരിക്കും ജീവിതം എന്ന് പറയുന്നത്. ഇത്ര ബ്യൂട്ടിഫുൾ ടേമാണ് ഹോപ്പ് എന്നുള്ള ടേമും എക്സലൻസ് എന്നുള്ള ടേമും. ഹോപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യാശ, എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രതീക്ഷ. എക്സ്പെക്റ്റേഷൻ എപ്പോഴും പാസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഐ എക്സ്പെക്ട് ടു വിൻ, ടു കം ഔട്ട് സക്സസ്ഫുൾ എന്നാണ് പറയുക. നേരെ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾക്ക് അപ്പുറം എന്തെങ്കിലും നമ്മൾ സംഭവിക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെയാണ് പ്രത്യാശ. അവിടെ ഒരു ഉയർന്ന തലത്തിലൊരു ഇൻ്റർവെൻഷൻ സംഭവിക്കണം. ഒരുപാട് ക്രൈംസ് ചെയ്തിട്ടുള്ള ഒരാൾ ജയിലിൽ കിടക്കുകയാണ്, അപ്പോൾ തടവിനെ ശിക്ഷിക്കുകയാണ്, മേ ബി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ശിക്ഷിക്കുകയാണ്. അപ്പോൾ പ്രസിഡൻറ്റിനെ എഴുതുന്നു, പ്രസിഡൻറ്റ് തന്നെ മോചിപ്പിക്കുമെന്ന് പ്രത്യാശ. അത് എക്സ്പെക്റ്റേഷൻ അല്ല, പ്രത്യേകം. കാരണം ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, കാരണം എല്ലാം തെറ്റാ ചെയ്തിട്ടില്ല, പക്ഷേ പ്രത്യാശയുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്നു. ഈ മിസ്റ്റേക്സ് വെച്ച് കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ വളരെ ബ്ലീക്കാണ്, വളരെ മോശമാണ്. ഇനിയും നമ്മൾ ഇങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുക. അതാണ് എക്സ്പെക്റ്റേഷൻ. ഈ ലോകം നന്നാവൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ചാരുജി മഹാരാജ് പറയാറുണ്ട്, ആ തരത്തിൽ ഒരു അഭ്യാസിയെ വിലയിരുത്തുകയാണെങ്കിൽ ആർക്കും ഹാർട്ട്ഫുൾനെസ് വരാനുള്ള റൈറ്റ് തന്നെ ഇല്ല, ഡിസേർവിങ്നെസ് ഇല്ല. അപ്പോൾ ഡോണ്ട് ടോക്ക് അബൌട്ട് ഡിസേർവിങ്നെസ്, ടോക്ക് അബൌട്ട് ബിലോങ്ങിങ്നെസ് എന്നാണ് ചാരുജി മഹാരാജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ബിലോങ്ങിങ്നെസ്. ഒരു കുട്ടി ചളിയിലെല്ലാം കുളിച്ചിട്ട്, ചെറിയ കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ അമ്മ കുട്ടിയെ എടുത്തിട്ട് ലാളിക്കുന്നു, വേഗം കൊണ്ട് കുളിപ്പിക്കുന്നു. അപ്പോൾ കുട്ടിക്ക് വൃത്തിയാക്കാനുള്ള ഡിസേർവിങ്നെസ് ഇല്ല എന്ന് പറയുന്ന അർത്ഥമില്ല. കുട്ടി സ്വയം കുളിക്കാറായിട്ടില്ല, ചെറിയ കുട്ടിയാണ്, ഇന്നസെൻസിൽ. അപ്പോൾ അമ്മ സ്നേഹത്തോടെ, കാരണം അമ്മയുടെയാണ് കുട്ടി, ബിലോങ്ങിങ് ആണ്. നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ട് പേരൻസിൻ്റെ മുമ്പിൽ പോയിട്ട്
കുറ്റസമ്മതം നടത്തുന്നു, മഹാത്മാഗാന്ധി ചെയ്ത പോലെ. അപ്പം അച്ഛനും അമ്മയും ക്ഷമിക്കുന്നു, നീ ഇത് ചെയ്തല്ലോ, കുറ്റസമ്മതം നടത്തില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല. റിപ്പനൻസ്. അപ്പോൾ ആ റിപ്പനൻസ് വരുമ്പോൾ നമ്മളിൽ ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ഫ്ലോ വരുന്നു. സ്നേഹം കൊണ്ട് നമ്മളുടെ ഇതെല്ലാം എടുത്തു കളയും. ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാറാനുള്ള ഏറ്റവും ഹയസ്റ്റ് തലത്തിലേക്ക് മാറാനുള്ള ആ ഒരു ഫീലിംഗ്, അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞാൻ ഇതാണ്, എനിക്ക് അങ്ങേപോലെ ആയിത്തീരണം എന്നുള്ള പ്രാർത്ഥനാഭാവം വരുമ്പോഴാണ് പ്രത്യാശ വരുന്നത്. അതാണ് ഹോപ്പ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യാശ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥനാഭാവം വന്നാൽ മാത്രമേ ശരിക്കും നമുക്ക് ആ എക്സലൻസ് എന്നുള്ള തലത്തിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എക്സലൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ സിറ്റുവേഷൻ, എക്സലൻറ്റ് പേഴ്സൺ എന്ന് പറയും. നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ ഉദാഹരണം പറയുന്നു, അബ്ദുൽ കലാമിൻ്റെ ഉദാഹരണം പറയുന്നു, മാസ്റ്റേഴ്സിൻ്റെ എല്ലാ മാസ്റ്റേഴ്സിൻ്റെ ഉദാഹരണമാണ്. അവർ നമുക്ക് അപ്രാപ്യരാണെന്ന് നമുക്ക് തോന്നാം, അവരുടെ ലെവലിലേക്ക് നമ്മൾ എത്തുമോ, ആ എക്സലൻസൊക്കെ നമ്മൾ എത്തുമോ? പക്ഷേ നമുക്കുള്ളിൽ ആ പ്രത്യാശ, ഹോപ്പുണ്ട്. കാരണം ഞാൻ അദ്ദേഹം പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നു. ഞാൻ ചെയ്യേണ്ടത് സത്യസന്ധമായിട്ടുള്ള എൻ്റെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വധർമ്മ അനുഷ്ഠിക്കണമെന്ന്. അത്രേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ വ്യൂ പോയിന്റ് വളരെ നാരോണ്, ഇത്രേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇതിൽ ട്രൂത്ത്ഫുള്ളായിട്ട് പണി ചെയ്യും, ജോലി ചെയ്യും. പക്ഷേ ഞാൻ ഓപ്പണാണ്, ഓപ്പൺ ടു ചേഞ്ചസ്. ആരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഒരു നന്മയിലേക്കുള്ള യാത്രയിൽ ഞാൻ ആരുടെ ഹെൽപ്പ് സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതാണ്. ലോക നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നതിന് വലിയ അർത്ഥമില്ല. ലോക നന്മ എന്ന് പറഞ്ഞാൽ എന്താ തന്നെ നമുക്കറിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വഴിയാണ്. ഞാൻ ആ ശരിക്കുള്ള പാതയിലാണോ നീങ്ങുന്നത്, ആ ശരിക്കുള്ള സ്നേഹത്തിൻ്റെ പാതയിലേക്ക് വരും എന്നുള്ള പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. അവിടെയാണ് ഹോപ്പ്, അവിടെയാണ് എക്സലൻസ്, ഇൻഡിവിജ്വൽ എക്സലൻസ്. അങ്ങനെ ഓരോരു ഇൻഡിവിജ്വൽ എക്സലൻസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ലോകം എക്സലൻ്റായി. അപ്പോൾ നമ്മളൊരു ഐഡിയലിനെ പിന്തുടരുന്നു. ദാജി ഒരു ഐഡിയൽ, ദാജിയെ എമുലേറ്റ് ചെയ്യുന്നു, ദാജിയുടെ പ്രവൃത്തികൾ എമുലേറ്റ് ചെയ്യുന്നു. ദാജി ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ആന ചെയ്ത പോലെ ഒരു അണ്ണാർക്കൊട്ടൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദാജിയുടെ പ്രവൃത്തികളുടെ പുറകിലുള്ള ഇൻറ്റൻഷൻ, ആ സത്യസന്ധത, ആ സ്നേഹം, അദ്ദേഹത്തിൻ്റെ ഗുരുവിനോടുള്ള അർപ്പണബോധം, ഇത് നമുക്ക് എമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സലൻസിലേക്ക് നീങ്ങും. അപ്പോഴാണ് ഒരു ഐഡിയലായിട്ട് മാസ്റ്റർ മാറും. മാസ്റ്റർ ഐഡലൈസ് ചെയ്ത് വിഗ്രഹങ്ങളാക്കരുത്. നമ്മുടെ പ്രശ്നം നമ്മൾ വിഗ്രഹങ്ങളാക്കുന്നു ഐഡിയൽസിനെ. സ്നേഹത്തിൻ്റെ മൂർത്തി മദ്ഭാവമായിട്ടുള്ള അവതാര പുരുഷന്മാരെ, മാസ്റ്റേഴ്സ് നമ്മൾ വിഗ്രഹങ്ങളാക്കിയിട്ട് നമുക്ക് പൂജിക്കാൻ പറ്റുന്ന ഒരു വിഗ്രഹം നമ്മുടെ ചിന്താഗതിയിൽ ഒതുക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ കംഫർട്ട് സോണിൽ കൊടുങ്ങാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ എക്സലൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് റെഗുലറായിട്ട് ഹാർട്ട്ഫുൾ സാധനയിൽ പങ്കെടുത്തുകൊണ്ട് ക്യാരക്ടർ റിഫോർമേഷൻ നടത്തിക്കൊണ്ടേ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് ഹോപ്പ് പ്രോഗ്രാം. അത് ഈ അടുത്ത് ഇന്നലെയാണ് ഈ അടുത്തൊരു കോളേജിൽ ഒരു പ്രോഗ്രാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പെർഫോമൻസ് എക്സലൻസ്, അത് ഹോപ്പ് തന്നെ. വളരെ സന്തോഷം തോന്നി. ഹോസ്പിറ്റലിൽ എക്സലൻസ് വരിക, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ സ്കില്ല് മാത്രം പോലെ മനുഷ്യത്വം വേണം, അതിൻ്റെ പുറകെ ഡിവൈനായിട്ടുള്ള ആ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്. എങ്കിൽ മാത്രമേ നമ്മൾ ശരിക്കും എക്സലൻ്റ് ആവുള്ളൂ. സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഒരു എക്സലൻസിലാണ് യാത്ര ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിടുവാങ്ങുന്നു. നന്ദി, നമസ്കാരം.